ഇന്ന് നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ സാധാരണ ചിക്കൻ ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് മൈദയും കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്താണ് നമ്മളിന്ന് പുരട്ടി വെച്ചത്. അതിനുശേഷം ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് വശവും നന്നായിട്ട് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് എണ്ണയിൽ നമ്മളത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് കംപ്ലീറ്റ് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒരു ബൗളിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിനായിട്ട് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, ക്യാപ്സിക്കം എന്നിവയാണ്. ക്യാപ്സിക്കവും സവോളയും നമ്മളൊരു സ്ക്വയർ മോഡലിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അത്രയും വെളിച്ചെണ്ണ വേസ്റ്റായി പോകും. അതുകൊണ്ട് അതിനകത്ത് തന്നെയാണ് ഇതെല്ലാം മൂപ്പിച്ചെടുക്കുന്നത്. ആദ്യം വെളുത്തുള്ളി ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അതും ഒരു മിനിറ്റോളം നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സവോളയും മൊത്തമായി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം വഴണ്ടി വരുമ്പോഴത്തേക്കും ഒരു 1-2-3 മിനിറ്റ് നേരം വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ക്യാപ്സിക്കവും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന ഇതിനനുസരിച്ച് നമ്മളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസും കൂടെ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ സോയാ സോസും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് കോൺഫ്ലോർ മിക്സ് ചെയ്ത് ഒരു കുറുക്കം കിട്ടാനായിട്ടാണ് കേട്ടോ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുള്ളത്. അതും കൂടെ കുറച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതൊന്ന് ഒരുവിധം തിളപ്പരുവായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ അതൊരു പരുവമായി വരുമ്പോഴത്തേക്കും നമ്മൾ മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയിലയും ചേർക്കുക. മല്ലിയിലയും ചേർത്ത് വഴറ്റി ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.